കുവൈറ്റും പാകിസ്ഥാനും തമ്മിൽ സുപ്രധാനമായ ഒരു പ്രതിരോധ സൈനിക കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫും കുവൈറ്റ് പ്രതിരോധ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ളയും ചേർന്ന് ഒപ്പുവെച്ച ഈ കരാറിലൂടെ ഇരു രാജ്യങ്ങളുടെയും സായുധ സേനകൾ തമ്മിലുള്ള ഏകോപനവും സൈനിക പരിശീലനവും ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാർ മാത്രമല്ല. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഓഗസ്റ്റ് 7-ന് സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് രൂപീകരിച്ച മക്ക സംയുക്ത പ്രതിരോധ കരാറിന് പിന്നാലെയാണ് കുവൈറ്റ് കൂടി ഇതിലേക്ക് എത്തുന്നത്. ഇതിനെ ഒരു ഇസ്ലാമിക നാറ്റോ ഗൾഫിൽ വിപുലീകരിക്കപ്പെടുകയാണെന്നതിന്റെ സൂചനയായി കാണാൻ കഴിയുമോ? ഇന്ത്യയുടെ അയൽപ്പക്കത്തുള്ള ഒരു ശത്രു രാജ്യം ഗൾഫ് രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് വലിയൊരു സൈനിക സഖ്യം ഉണ്ടാക്കുന്നത് ഇന്ത്യക്ക് ഭീഷണിയാകുമോ? ഒറ്റനോട്ടത്തിൽ ഇതൊരു വലിയ സൈനിക നീക്കമായി തോന്നാമെങ്കിലും ഈ സഖ്യത്തിന്റെ അണിയറയിലെ യഥാർത്ഥ ലക്ഷ്യം മറ്റൊന്നാണ്. ഈ കൂട്ടുകെട്ടിന്റെ പ്രാഥമിക ഉദ്ദേശം ലോകം പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയോ ഇസ്രയേലിനോ നേരിടുക എന്നതല്ല, മറിച്ച് ഇറാനെ ചെറുക്കുക എന്നതാണ്. മിഡിൽ ഈസ്റ്റിൽ ഇറാനും അവരുടെ പ്രോക്സികളും ഉയർത്തുന്ന നിരന്തര ഭീഷണികൾ സുന്നി ഭൂരിപക്ഷ ഗൾഫ് രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. വൻ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും വലിയ യുദ്ധങ്ങൾ നയിച്ച് പരിചയമുള്ള ഒരു സൈന്യം പല ഗൾഫ് രാജ്യങ്ങൾക്കും ഇല്ല. ആ കുറവ് നികത്താനാണ് അവർ പുതിയ സഖ്യങ്ങൾ തേടുന്നത്. ഇവിടെയാണ് പാകിസ്ഥാന്റെ യഥാർത്ഥ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാമ്പത്തികമായി പാപ്പരായി പിച്ചച്ചട്ടിയെടുത്ത് നിൽക്കുന്ന പാകിസ്ഥാന് ഈ സഖ്യത്തിൽ ഇടം നേടിക്കൊടുത്തത് അവരുടെ ഒരേ ഒരു യോഗ്യതയായ ആണവായുധവും വലിയൊരു സൈന്യവും മാത്രമാണ്. ചുരുക്കത്തിൽ ഇറാനെതിരെ ഗൾഫ് രാജ്യങ്ങൾ പണം കൊടുത്ത് നിർത്തിയ ഒരു കൂലിപ്പട്ടാളം മാത്രമാണ് പാകിസ്ഥാൻ. കുവൈറ്റിനും സൗദിക്കും സുരക്ഷ ലഭിക്കുമ്പോൾ പകരമായി പാകിസ്ഥാനിലേക്ക് കുറച്ച് ഡോളർ ഒഴുകും, അത്രമാത്രം. തീർച്ചയായും ഈ സൈനിക കൂട്ടുകെട്ടിനെ ഇന്ത്യക്കെതിരെ തിരിക്കാനും കശ്മീർ വിഷയം ഉൾപ്പെടെ ഇതിലേക്ക് വലിച്ചെഴിക്കാനും ഒക്കെ പാകിസ്ഥാൻ പഠിച്ച പണി 18 നോക്കും. എന്നാൽ അവിടെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ സാമ്പത്തിക നയതന്ത്രം വിജയിക്കുന്നത്. കുവൈറ്റും സൗദി അറേബ്യയും ഉൾപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ വാണിജ്യ വ്യാപാര പങ്കാളിയാണ് ഇന്ന് ഇന്ത്യ. കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക ഇടപാടുകളും ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയും ലക്ഷക്കണക്കിന് പ്രവാസികളുമുള്ള ഒരു വലിയ ബന്ധമാണത്. അത്തരമൊരു സാഹചര്യത്തിൽ പാപ്പരായ പാകിസ്ഥാന് വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായ ഇന്ത്യയെ പിണക്കാൻ ഒരു ഗൾഫ് രാജ്യവും തയ്യാറാകില്ല. നാളെ ഒരു ദിവസം ഇന്ത്യക്കെതിരെ നയതന്ത്ര നീക്കം നടത്താൻ പാകിസ്ഥാൻ ഈ സഖ്യത്തോട് ആവശ്യപ്പെട്ടാൽ ഗൾഫ് രാജ്യങ്ങൾ തന്ത്രപരമായി മൗനം പാലിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒടുവിൽ ഇന്ത്യക്കെതിരെ ആയുധമെടുക്കേണ്ട നേരമാകുമ്പോൾ പുതിയ ഓട്ടോമൻ സാമ്രാജ്യം സ്വപ്നം കാണുന്ന തുർക്കിയും കൂലിപ്പട്ടാളമായ പാകിസ്ഥാനും മാത്രമേ ബാക്കിയുണ്ടാകൂ എന്നതാണ് ഈ ഇസ്ലാമിക നാറ്റോയുടെ യഥാർത്ഥ യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്